എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക്സ് സേവക് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് അറിയിപ്പാണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ GDSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പരും ഇമെയിൽ ID യും കൊടുത്തിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരും അതുപോലെ തന്നെ മൊബൈൽ നമ്പരും ഉപയോഗിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് റിസൾട്ട് വരുന്ന ഒരു സമയം വരെ തന്നെ ഈ ഒരു സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. റിസൾട്ട് വരുമ്പോഴും ഇന്ത്യ പോസ്റ്റിൻ്റെ GDS ഓൺലൈൻ്റെ ഒരു വെബ്സൈറ്റ് വഴി തന്നെ ആയിരിക്കും റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് SMS ഇമെയിലോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് കാരണം SMS ഇമെയിലോ ലഭിച്ചില്ലെങ്കിലും ഈ ഒരു സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് തന്നെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് തന്നെ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും നമ്മളെ ഫോൺ കോൾ വഴി ആപ്ലിക്കൻസിനെയോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെയോ കോൺടാക്റ്റ് ചെയ്യില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും കറസ്പോണ്ടൻസ് ആവശ്യമുണ്ടെങ്കിൽ എൻഗേജിങ് അതോറിറ്റി വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക. അതുപോലെ നമ്മളുടെ എന്തെങ്കിലും ഡൗട്ട്സുകളോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് വെബ്സൈറ്റിൽ ഫോൺ നമ്പരും അതുപോലെ തന്നെ മെയിൽ ID യും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കോളുകളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും കൈമാറ്റം ചെയ്യരുത് എന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം GDS അപ്ലൈ ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യം ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം.